സനറ്റ്സ് റീസണിംഗ് ക്ലാസ്സസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആൽഫബറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിന്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടിപ്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ ഏറ്റവും ബേസിക് ആയിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില വസ്തുതകളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പോയ ക്ലാസ്സുകളിൽ നമ്മൾ ഇതിൻ്റെ പൊസിഷൻ കാണാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. അപ്പോൾ ആ വീഡിയോസ് കാണാത്ത ആൾക്കാരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ് കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. Some important tips for solving questions based on English alphabet. Important ടിപ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിനകത്ത് അറിയേണ്ടത് നമ്മളുടെ ലെഫ്റ്റും റൈറ്റിനെയും കുറിച്ചിട്ടാണ്. ക്വസ്റ്റ്യൻ്റെ അകത്ത് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക്, റൈറ്റിലേക്ക്, ഫ്രം ദ ലെഫ്റ്റ്, ഫ്രം ദ റൈറ്റ്, അല്ലെ ടു ദ ലെഫ്റ്റ്, ടു ദ റൈറ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വേർഡ്സ് വരും. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ ലെഫ്റ്റ് അല്ലെങ്കിൽ എവിടെയാണ് ഇതിൻ്റെ റൈറ്റ് എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇടത്തെ കൈ വരുന്ന ഭാഗം ഏതാണോ അല്ലെങ്കിൽ നമ്മളുടെ ഇടതുവശം ഏതാണോ അത് തന്നെയാണ് ക്വസ്റ്റ്യൻ്റെ ലെഫ്റ്റ്. അതായത് ഈ സൈഡ്. അതായത് നമ്മളുടെ ഇടത്തെ ഭാഗം ഏതാണോ, ഇടത്ത് കൈ വരുന്ന ഭാഗം ഏതാണോ അത് തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ആയിട്ട്, അല്ലെങ്കിൽ CBT ക്വസ്റ്റ്യൻ വാട്ടവർ എന്തോ ആകട്ടെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആകട്ടെ, ക്വസ്റ്റ്യൻ പേപ്പർ ആകട്ടെ, വാട്ടവർ എന്തോ ആകട്ടെ, ഒരു നോർമൽ കേസിൽ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ലെഫ്റ്റ് ഏതാണോ അത് തന്നെയാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് ഏതാണോ ആ റൈറ്റിനെ തന്നെയാണ് ക്വസ്റ്റ്യനിൽ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആദ്യമേ നിങ്ങൾ ഓർത്തോളാം. നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഏതാണോ അത് തന്നെയാണ് ക്വസ്റ്റ്യനിലെ ലെഫ്റ്റ്, നമ്മളെ റൈറ്റ് സൈഡ് ഏതാണോ അത് തന്നെയാണ് ക്വസ്റ്റ്യനിലെ റൈറ്റ്. ഇനി ആദ്യത്തെ പോയിന്റ്, ഫ്രം യുവർ റൈറ്റ് ഇംപ്ലൈസ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഫ്രം യുവർ റൈറ്റ്. ഇപ്പൊ ഒരു പോയിന്റ് പറയാണ്, നിങ്ങളുടെ വലതുവശത്ത് നിന്നും. ഫ്രം യുവർ റൈറ്റ്. ഫ്രം യുവർ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളുടെ വലതുവശത്ത് നിന്നും എന്നല്ലേ. ഫ്രം യുവർ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വലതുവശത്ത് നിന്നും എന്നാണ് പറയുന്നത് എങ്കിൽ നമ്മളുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും എന്നാണ്. നിങ്ങളുടെ വലതുവശത്ത് നിന്നും എന്ന് പറയുകയാണെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളുടെ റൈറ്റ് സൈഡ് തന്നെയാണ് ക്വസ്റ്റ്യനിലെ റൈറ്റ്, നമ്മളുടെ ലെഫ്റ്റ് തന്നെയാണ് ക്വസ്റ്റ്യനിലെ ലെഫ്റ്റ്. അപ്പൊ ഫ്രം യുവർ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? റൈറ്റ് ടു ലെഫ്റ്റ് എന്നാണ് അർത്ഥം. ഫ്രം യുവർ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അത് റൈറ്റ് ടു ലെഫ്റ്റ് എന്നാണ് അർത്ഥം. ഫ്രം യുവർ റൈറ്റ്, ഫ്രം നിങ്ങളുടെ വലതുവശത്ത് നിന്നും എന്നാണ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും അങ്ങനെ പരാമർശിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് ഓർത്തുകൊള്ളാം. ഫ്രം യുവർ റൈറ്റ്, നിങ്ങളുടെ വലതുവശത്ത് നിന്നും എന്നാണ് ചോദ്യത്തിൽ പറയുന്നതെങ്കിൽ അപ്പോൾ ഓർത്തോളണം റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. ഇനി നേരെ തിരിച്ച് ഫ്രം യുവർ ലെഫ്റ്റ്. ഫ്രം യുവർ ലെഫ്റ്റ്, നിങ്ങളുടെ ഇടതുവശത്ത് നിന്നും എന്നാണ് ചോദ്യത്തിൽ പ്രതിപാദിക്കുന്നതെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണെന്ന് ഓർക്കുക. നിങ്ങളുടെ ഇടതുവശത്ത് നിന്നും. ഫ്രം യുവർ ലെഫ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അപ്പം മനസ്സിലാക്കിക്കൊള്ളണം എന്താണ്? ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റ് ടു റൈറ്റ്, ഇടത്ത് വശത്ത് നിന്നും വലതുവശത്തേക്ക്. അതാണ് നിങ്ങളുടെ ഇടത് നിന്നും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? ഇടത്ത് നിന്നും വലത്തോട്ട്. ഇടത്ത് നിന്നും ഫ്രം യുവർ ലെഫ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളപ്പം മനസ്സിലാക്കേണ്ട എന്താണ്? ഇടത്ത് നിന്നും വലത്തോട്ട്. ഈ രണ്ട് പോയിന്റുകൾ മനസ്സിലാക്കാം. അപ്പോൾ ചില ആൾക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാകാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നത്. അപ്പോൾ ഫ്രം യുവർ റൈറ്റ് എന്നാണ് പറയുന്നതെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ്, ഫ്രം യുവർ ലെഫ്റ്റ് എന്നാണ് പറയുന്നതെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ്. ഇനി ടു ദ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടു ദ റൈറ്റ് എന്ന് പറഞ്ഞാൽ വലത്ത് വശത്തേക്ക്,
അല്ലെങ്കിൽ വലത്ത് ഭാഗത്തേക്ക്, ടു ദ റൈറ്റ്. അപ്പൊ വലത്ത് ഭാഗത്തേക്ക് എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? ഇടത്തുനിന്ന് തുടങ്ങണം. ഓക്കെ, അപ്പൊ നോക്കൂ നിങ്ങൾ, വലതു ഭാഗത്തേക്ക്, ഇങ്ങനെ വലതു ഭാഗത്തേക്ക്, ഓക്കെ, വലത്തോട്ട്, റൈറ്റിലോട്ട്, അത് എവിടെ നിന്നായിരിക്കും? ലെഫ്റ്റിൽ നിന്നും. അപ്പൊ ടു ദ റൈറ്റ് എന്ന് പറഞ്ഞാൽ വലത്തോട്ട്, ഓക്കെ, വലത്തോട്ട് അല്ലെ വലതു ഭാഗത്തേക്ക്. ആ വലതു ഭാഗത്തേക്ക് അല്ലെ വലത്തോട്ട് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നായിരിക്കണം? അല്ലെങ്കിൽ എവിടെ നിന്നാണ് അർത്ഥമാക്കുന്നത്? എവിടെ നിന്നാണ് അത് അർത്ഥമാക്കുന്നത്? ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് എന്നാണ്. ഓക്കെ, അത് അർത്ഥമാക്കുന്നത് ലെഫ്റ്റിൽ നിന്നും റൈറ്റ്. ടു ദ റൈറ്റ് എന്ന് പറഞ്ഞാൽ വലത്തോട്ട് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നുമാണ് വലത്തോട്ട്? ഇടത്ത് നിന്നാണ് വലത്തോട്ട് എന്ന് ഓർത്തോളണം. ഓക്കെ, അപ്പൊ ടു ദ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇടത്ത് നിന്നും വലത്തോട്ട്. ഓക്കെ, അതായത് വലത്തേക്ക് എന്ന് പറഞ്ഞാൽ വലത്തോട്ട് അല്ല വലതു ഭാഗത്തേക്ക് എന്നൊക്കെ വരികയാണെങ്കിൽ അത് ഇടത്തു ഭാഗത്ത് നിന്നും വലത്തു ഭാഗത്തേക്കാണെന്നുള്ളത് ഓർത്തേക്കാം. ഓക്കെ, ഇനി ടു ദ ലെഫ്റ്റ്, ടു ദ ലെഫ്റ്റ്, ഓക്കെ, ഇടത്തോട്ട്. ഓക്കെ, ഇടത്തോട്ട്. ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ എവിടെ നിന്നും ഇടത്തോട്ടാണ്? എവിടെ നിന്നും ഇടത്തോട്ടാണ്? വലത്ത് നിന്നും, ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഓക്കെ, ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഓക്കെ, ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട എന്താണ്? വലത്ത് നിന്നും ഇടത്തോട്ടാണ്. ഓക്കെ, ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ട എന്താണ്? വലത്ത് നിന്നും ഇടത്തോട്ട്. ഓക്കെ, വലത്ത് നിന്നും ഇടത്തോട്ട്, ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. അപ്പൊ 4 പോയിന്റുകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫ്രം ദ ലെഫ്റ്റ്, ഫ്രം ദ ലെഫ്റ്റ്. ഓക്കെ, ഫ്രം ദ ലെഫ്റ്റ്, ഇടത്തു നിന്നും എന്ന് പറയുമ്പോൾ ഫ്രം ദ ലെഫ്റ്റ് എന്നാണ് പറയുക. ഫ്രം യുവർ ലെഫ്റ്റ് അല്ലെ ഫ്രം ദ ലെഫ്റ്റ് എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്താണ്? ഇടത്തു നിന്നും എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അത് വലത്തോട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് ആണെന്ന് ഓർക്കാം. ഇനി അടുത്ത എന്താണ്? ഫ്രം യുവർ റൈറ്റ്, വലത്തു നിന്നും. ഓക്കെ, ഫ്രം യുവർ റൈറ്റ്, നിങ്ങളുടെ വലതു ഭാഗത്ത് നിന്നും എന്ന് പറയുമ്പോൾ വലത്ത് നിന്ന് ഇടത്തോട്ടാണ്. ടു റൈറ്റ് ടു ലെഫ്റ്റ്. ഓക്കെ, അപ്പൊ ഫ്രം യുവർ ലെഫ്റ്റ്. ഓക്കെ, ഫ്രം യുവർ ലെഫ്റ്റ്, നിങ്ങളുടെ ഇടതു ഭാഗത്ത് നിന്നും എന്ന് പറയുകയാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണെന്നും, ഫ്രം യുവർ റൈറ്റ്, നിങ്ങളുടെ വലതു ഭാഗത്ത് നിന്നും എന്ന് പറയുമ്പോൾ വലത്ത് നിന്നും, ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണെന്നും ഓർത്തേക്കാം. ഇനി അതുപോലെ ടു ദ ലെഫ്റ്റ്, ടു ദ ലെഫ്റ്റ്, ഇടത്തോട്ട് എവിടെ നിന്നുമാണ്? റൈറ്റ് ടു ലെഫ്റ്റ്, റൈറ്റ് ടു ലെഫ്റ്റ്. ഇനി ടു ദ റൈറ്റ്, വലത്തോട്ട് എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ്? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഈ 4 പോയിന്റുകളും നിങ്ങൾ മൈൻഡിൽ വെച്ചോളണേ. ഓക്കെ, ഇനി if you have to find out a letter to the right of a certain letter counting from your right, you should apply the subtraction method. ഓക്കെ, അപ്പൊ ഇതിൽ 2 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തോളണം. എന്താ പറഞ്ഞിരിക്കുന്നത്? you have to find out a letter. Okay, you have to find out a letter to the right. Okay, right of a certain letter counting from your right. Okay, counting from your right. You should apply the subtraction method. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ നിങ്ങൾ. if you have to find out a letter to the right of a certain letter counting from your right, ആദ്യം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇവിടെയാണ്. counting from your right എന്ന് പറയുന്ന ഭാഗം. വലതു ഭാഗത്ത് നിന്നും, റൈറ്റ് എന്നല്ല പറഞ്ഞേ, വലതു ഭാഗത്ത് നിന്നും ഒരു ലെറ്റർ, വാട്ടവർ എന്തോ ആകട്ടെ, ഓക്കെ, എന്തോ ലെറ്റർ ആകട്ടെ, ആ ലെറ്റർ നമ്മൾ കൗണ്ട് ചെയ്ത് കൊണ്ടുവച്ചു. കൗണ്ടിങ് ഫ്രം യുവർ റൈറ്റ്. ഓക്കെ, ഇനി ബാക്കോട്ട് വായിക്കാം. ഓക്കെ, അതായത് ഇഫ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ ലെറ്റർ ടു ദ റൈറ്റ് ഓഫ് എ സർട്ടൺ ലെറ്റർ, റൈറ്റ് ഓഫ് എ സർട്ടൺ ലെറ്റർ കൗണ്ടിങ് ഫ്രം യുവർ റൈറ്റ്. നിങ്ങൾ വലതു ഭാഗത്ത് നിന്നും, നിങ്ങളുടെ വലതു ഭാഗത്ത് നിന്നും വരുന്ന, അല്ലെങ്കിൽ ഇത്ര ഒരു പൊസിഷൻ തന്നിട്ട്, പൊസിഷൻ ഇപ്പൊ ഇതിൽ തന്നിട്ടില്ല, കൗണ്ട് ചെയ്യും, ക്വസ്റ്റ്യൻ ആകുമ്പോൾ കൗണ്ട് ചെയ്യും. ഓക്കെ, വലതു ഭാഗത്ത് നിന്നും വരുന്ന അക്ഷരത്തിന്റെ വീണ്ടും വലത്തെ ഭാഗത്തേക്ക്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ഓഫ് എ സർട്ടൺ ലെറ്റർ കൗണ്ടിങ് ഫ്രം യുവർ റൈറ്റ്. അത്രയും സെന്റൻസ് ആണ് മൈൻഡിൽ വെക്കേണ്ട. കീ പോയിന്റ് അതാണ്. റൈറ്റ് ഓഫ് എ സർട്ടൺ ലെറ്റർ കൗണ്ടിങ് ഫ്രം യുവർ റൈറ്റ്, വലത്തു ഭാഗത്ത് നിന്നും, അവിടെ നിങ്ങൾക്ക് കൗണ്ടിങ് ആയിട്ട് എത്ര എന്നുള്ളത് പറയും. എന്നിട്ട് വലത്തു ഭാഗത്ത് നിന്നും വരുന്ന അക്ഷരത്തിന്റെ വലത്തെ ഭാഗത്തേക്ക്, വീണ്ടും വലത്തോട്ട് തന്നെ. ഓക്കെ, ഈ വലതു ഭാഗത്ത് നിന്നും വന്ന അക്ഷരത്തിന്റെ വീണ്ടും വലത്തോട്ട് എന്ന് പറയുമ്പോൾ വലതു ഭാഗത്ത് നിന്നും വന്ന അക്ഷരം ഇവിടെ നിൽക്കുന്നു എന്ന് കരുതൂ നിങ്ങൾ. ഓക്കെ, ആ അക്ഷരം ഇവിടെ നിൽക്കുന്നു എന്ന് കരുതൂ. ഓക്കെ, വലത്തു ഭാഗത്ത് നിന്നും വന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്നു എന്ന് കരുതൂ. ഓക്കെ, ഈ ഭാഗം. ഓക്കെ, അപ്പൊ ഇവിടെയാണ് ആ ലെറ്റർ ഉള്ളത്. ഓക്കെ, ആ ലെറ്ററിന്റെ എഗെയിൻ റൈറ്റ് സൈഡ് ഇവിടെയാണ്, ലെഫ്റ്റ് സൈഡ് ഇവിടെയാണ്.
ഓക്കെ, വലത്തു ഭാഗത്ത് നിന്നും വന്ന ലെറ്ററിന്റെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡാണ് ഞാൻ മാർക്ക് ചെയ്തത്. അപ്പൊ അതിന്റെ വീണ്ടും റൈറ്റിലോട്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് തന്നെ. ഓക്കെ, അപ്പോ വലത്തു ഭാഗത്ത് നിന്നും വന്ന ഒരു പൊസിഷൻ, ഒരു ലെറ്ററിന്റെ പൊസിഷന്റെ വീണ്ടും റൈറ്റിലോട്ട് എന്ന് പറഞ്ഞാൽ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവുക ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ പൊസിഷൻ തന്നു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ പൊസിഷൻ കാണാനുള്ള കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ സബ്സ്ട്രാക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ ആയിട്ട് നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ തരികയാണ്, വലത്തു ഭാഗത്ത് നിന്നും 10ാമതായി വന്ന, ഓക്കെ നോക്കൂ നിങ്ങൾ, വലത്തു ഭാഗത്ത് നിന്നും എന്ന് പറഞ്ഞാൽ ഫ്രം ദ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഫ്രം യുവർ റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? റൈറ്റ് ടു ലെഫ്റ്റ്. ഓക്കെ, റൈറ്റ് ടു ലെഫ്റ്റ്. അപ്പൊ വലത്തു ഭാഗത്ത് നിന്നും 10ാമതായിട്ട് വരുന്ന അക്ഷരത്തിന്റെ വലത്തു ഭാഗത്തെ 3ാമത്തെ അക്ഷരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അക്ഷരം വലത്തു ഭാഗത്ത് നിന്നും 10ാമതായി വന്ന അക്ഷരം ഇവിടെ നിൽക്കുന്നു. ഓക്കെ, ഇതിന്റെ വലത്തോട്ട് 3 എന്ന് പറഞ്ഞാൽ വീണ്ടും പിറകോട്ട് തന്നെ 3, അതിന്റെ റൈറ്റ് സൈഡിലോട്ട് 3 എന്ന് പറഞ്ഞാൽ വീണ്ടും പിറകോട്ട് 3. അപ്പൊ 10 മൈനസ് 3 ഈക്വൽ ടു 7. അതായത് വലത്ത് നിന്നും 7ാമത്തെ പൊസിഷനിലുള്ള ലെറ്റർ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വലത്തു ഭാഗത്ത് നിന്നും 7ാമതായി വരുന്ന ലെറ്റർ ആണ് നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് വലത്തു ഭാഗത്ത് നിന്നും 10ാമതായി വരുന്ന ലെറ്ററിന്റെ വലത്തോട്ട് 3ാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ 10 മൈനസ് 3 ഈക്വൽ ടു 7. ഇതാണ് സബ്സ്ട്രാക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരു സൈഡിൽ നിന്നും വരുന്ന ലെറ്റർ, ഓക്കെ, അത് ഇപ്പൊ വലത്തു നിന്നും വരുന്ന ലെറ്റർ, വലത്തു നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നത്? വലത്തു നിന്നും ഇടത്തോട്ട്. അത് വീണ്ടും വലത്തോട്ട് തന്നെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, വലത്തോട്ട് തന്നെയുള്ള പൊസിഷൻ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത്ത് നിന്ന് ഇടത്തോട്ട് വന്നത് വീണ്ടും വലത്തെ ഡയറക്ഷനിലേക്ക്, സെയിം ഡയറക്ഷനിലേക്ക് തന്നെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? പൊസിഷൻ കാണാൻ എന്താ ചെയ്യേണ്ടത്? മൈനസ് ആണ് ചെയ്യേണ്ടത്. അതാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിനകത്ത് കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ബാക്കിയും കൂടി നോക്കാം നമുക്ക്. അപ്പോൾ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സബ്ട്രാക്ഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ റൈറ്റിൽ നിന്നും ഒരു ലെറ്റർ വരുന്നു. ഓക്കെ, റൈറ്റിൽ നിന്നും വരുന്ന ലെറ്ററിന്റെ റൈറ്റ് സൈഡിലേക്ക് വീണ്ടും കാണാൻ പറഞ്ഞാൽ, ആ ഡയറക്ഷനിലേക്ക് തന്നെ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, മൈനസ് ചെയ്യാം. അതിന്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു. ഇതുപോലെ തന്നെയാണ് ലെഫ്റ്റിൽ നിന്നും ഒരു ലെറ്റർ വരിക എന്ന് വിചാരിക്കുക. ഓക്കെ, ലെഫ്റ്റിൽ നിന്നും ഒരു ലെറ്റർ വരാന്ന് വിചാരിക്കുക. ആ ലെറ്ററിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ കാണാൻ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ട എന്ത് തന്നെയാണ്? മൈനസ് തന്നെയാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇതേപോലെ തന്നെ ഇഫ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ ലെറ്റർ ടു ദ ലെഫ്റ്റ് ഓഫ് എ സർട്ടൺ ലെറ്റർ, കൗണ്ടിങ് ഫ്രം യുവർ ലെഫ്റ്റ്, നിങ്ങൾ ഇടത്ത് ഭാഗത്ത് നിന്നും, ഓക്കെ, ഒരു പൊസിഷൻ നിങ്ങൾക്ക് തരും. ഇടത്ത് ഭാഗത്ത് നിന്നും വരുന്ന അക്ഷരത്തിന്റെ ഇടത്തെ ഭാഗത്തെ, ഓക്കെ, ഒരു പർട്ടിക്കുലർ നമ്പർ തന്നിട്ട് ഇടത്തെ ഭാഗത്തെ ഇത്ര സ്ഥാനങ്ങൾ കഴിഞ്ഞ് ഇടത്തെ ഭാഗത്തെ അക്ഷരത്തിന്റെ പൊസിഷൻ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ട എന്താണ്? സബ്സ്ട്രാക്ഷൻ മെത്തേഡ് ആണ്. ഓക്കെ, അപ്പോഴും യൂസ് ചെയ്യേണ്ടത് നോക്കൂ നിങ്ങൾ, ഇത് നമ്മളെ ലെഫ്റ്റ്, ഇത് നമ്മളുടെ റൈറ്റ്. ഓക്കെ, ഇടത്തെ ഭാഗത്ത് നിന്നും വരികട്ടോ ഒരു ലെറ്റർ വരികയാണ്. ഇടത്ത് ഭാഗത്ത് നിന്നും 12ാമതായി വരുന്ന ലെറ്റർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇടത്ത് ഭാഗത്ത് നിന്നും 12, അതാണ് ഫ്രം യുവർ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടത്ത് നിന്നും വലത്തോട്ടാ പോകേണ്ടത്. ഓക്കെ, ഇടത്തെ ഭാഗത്ത് നിന്നും വരുന്ന 12ാമത് വരുന്ന ലെറ്ററിന്റെ ഇടത്തെ ഭാഗത്ത് 5ാമത്തെ ലെറ്റർ ഏതാന്ന് ക്വസ്റ്റ്യൻ വിചാരിക്കുക. അപ്പൊ ഈ നിൽക്കുന്ന ലെറ്റർ ഇവിടെയാണ് 12ാമത്തെ ലെറ്റർ കേട്ടോ. ഓക്കെ, ഈ നിൽക്കുന്ന ലെറ്റർ ആണ് 12ാമത്തെ ലെറ്റർ. ഇതിന്റെ റൈറ്റ് സൈഡ് ഇത്, ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ഇത്. ഓക്കെ, അപ്പൊ വീണ്ടും ലെഫ്റ്റിലോട്ടാ പറഞ്ഞത്. വീണ്ടും ലെഫ്റ്റിലോട്ട് എത്രാമത്തെ ലെറ്റർ? 5ാമത്തെ ലെറ്റർ. ഓക്കെ, വീണ്ടും ലെഫ്റ്റിലോട്ട് 5ാമത്തെ ലെറ്റർ. അപ്പൊ 12 മൈനസ് 5 ഈക്വൽ ടു 7. അപ്പോ ഇടത്ത് ഭാഗത്ത് നിന്നും വരുന്ന എത്രാമത്തെ ലെറ്റർ ആണത്? 7ാമത്തെ ലെറ്റർ. ഓക്കെ, ഇടത്ത് ഭാഗത്ത് നിന്ന് വരുന്ന എത്രാമത്തെ ലെറ്റർ ആണ്? 7ാമത്തെ ലെറ്റർ. അപ്പൊ ഇവിടെ ഇടത് ഭാഗത്ത് നിന്നും വരുന്ന, ഓക്കെ, ഇടത് ഭാഗത്ത് നിന്നും വന്ന ഇത്ര ഒരു പൊസിഷനിൽ വരുന്ന ലെറ്ററിന്റെ വീണ്ടും ഇടത്തോട്ട് തന്നെ പോവാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെയിം ഡയറക്ഷനിലേക്ക് തന്നെ പോവാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? മൈനസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, മൈനസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ഇതിൽ റൈറ്റ് സൈഡിന്റെയും ലെഫ്റ്റ് സൈഡിന്റെയും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് കാണാം.
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇനി എന്താ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലേക്ക് ഇട്ടാൽ മതി. ഇനി ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോൾ എങ്ങനെയാന്നുള്ളത് നോക്കാം. അപ്പൊ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞു, സബ്സ്ട്രാക്ഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെയിം ഡയറക്ഷൻ വരുമ്പോൾ സബ്സ്ട്രാക്ഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഡിഫറെന്റ് ഡയറക്ഷനിലേക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. Okay, if you have to find out a letter to the right of a certain letter counting from your left, you should apply the addition method. Okay, എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇതിനകത്ത് you have to find out a letter to the right of a certain letter counting from your left. ആദ്യം എവിടെയാണോ പറഞ്ഞു നിർത്തുന്നത് അവിടെ നിന്ന് എടുക്കണം. counting from your left. Okay, counting from your left. ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഇടത്ത് ഭാഗത്ത് നിന്നും വരുന്ന ഒരു ലെറ്ററിന്റെ റൈറ്റ് ഓഫ് എ certain ലെറ്റർ, അതിന്റെ ആ ലെറ്റർ ഇവിടെ നിൽക്കൂ. ഇടത്ത് ഭാഗത്ത് നിന്ന് വരുന്ന ആ ലെറ്റർ ഇവിടെയാണ് നിൽക്കുന്നത്. അതിന്റെ റൈറ്റ് സൈഡ്, അതിന്റെ ലെഫ്റ്റ് സൈഡ്. അതിന്റെ എങ്ങോട്ടാ പറഞ്ഞത്? അതിന്റെ റൈറ്റിലോട്ട് എന്ന് പറയുമ്പോൾ വീണ്ടും മുന്നോട്ട്. ഓക്കെ, ആ ഇടത്തു ഭാഗത്ത് നിന്നും വരുന്ന ഒരു ലെറ്റർ, ഒരു പർട്ടിക്കുലർ ലെറ്റർ, ആ ലെറ്ററിന്റെ പോയിന്റ് ഇവിടെ, അതിന്റെ റൈറ്റിലോട്ട് എന്ന് പറയുമ്പോൾ വീണ്ടും മുന്നോട്ട് തന്നെ, വീണ്ടും റൈറ്റ് സൈഡിലേക്ക് തന്നെ, അതായത് ഈ ലെഫ്റ്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തന്നെ വീണ്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ അഡിഷൻ ചെയ്യണം. ഓക്കെ, അത് വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും കൂടെ നമ്മൾ കൂട്ടണം. ഓക്കെ, രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. അതായത് ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണ്. ഓക്കെ, ഇടത്തു ഭാഗത്ത് നിന്നും ഏഴാമതായി വരുന്ന ലെറ്ററിന്റെ, ഓക്കെ, ഇടത്തു ഭാഗത്ത് നിന്നും ഏഴാമതായി വരുന്ന ലെറ്ററിന്റെ വലത്തു ഭാഗത്ത് അഞ്ചാമതായിട്ട് അല്ലെങ്കിൽ വലത്തു ഭാഗത്ത് മൂന്നാമതായി വരുന്ന ലെറ്റർ എത്രയെന്ന് നോക്കാം. വീണ്ടും വലത്തോട്ട്. അപ്പോൾ ഇതാണ് ഏഴാമതായി വരുന്ന ലെറ്ററിന്റെ പൊസിഷൻ. ഇവിടുന്ന് വീണ്ടും വലത്തോട്ട് എത്രയാണ്? 3 ആണ് വരുന്നത്. വീണ്ടും വലത്തോട്ട് 3 ആണെങ്കിൽ 7 + 3, അത് ഇടത്തു നിന്നും വലത്തോട്ട് എത്രാമത്തെ പൊസിഷനിൽ നിൽക്കുന്നു? 10ാമത്തെ പൊസിഷനിൽ നിൽക്കുന്നു. അതാണ് നമ്മൾ ഇവിടെ അഡിഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇടത്തെ ഭാഗത്ത് നിന്ന് ഒരു ലെറ്റർ വരുന്നു. ആ ലെറ്ററിന്റെ കൂടെ വീണ്ടും നമ്മൾ അതിന്റെ വലത്തോട്ടാണ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതായത് വന്ന ഡയറക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ കൂടെ നമ്മൾ അഡിഷൻ ചെയ്യുക. ഓക്കെ, അത് കൂട്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാം. ഓക്കെ, അപ്പോ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ലെറ്റർ ലെഫ്റ്റിൽ നിന്ന് ഇത്ര പൊസിഷൻ തന്നു, അതിന്റെ റൈറ്റിലോട്ടാണ് കാണാൻ പറഞ്ഞത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ലെറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അഡിഷൻ ആണ്. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഇപ്പൊ ഇടത്ത് നിന്നാണ് ലെറ്റർ വന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ, ലെഫ്റ്റ് റൈറ്റ്. ഇടത്ത് നിന്നും ഒരു ലെറ്റർ ഏഴാമത് വന്നു. ഓക്കെ, ആ ലെറ്ററിന്റെ പൊസിഷൻ ഇവിടെ, അതിന്റെ റൈറ്റ് സൈഡ് ഇവിടെ, ലെഫ്റ്റ് സൈഡ് ഇവിടെ. വീണ്ടും അതായത് ഇടത്ത് നിന്ന് ഒരു ലെറ്റർ വന്നു. ഓക്കെ, ഇടത്ത് നിന്ന് ഫ്രം യുവർ ലെഫ്റ്റ്, ഇടത്ത് നിന്നും വന്നു എന്ന് പറഞ്ഞാൽ വലത്തോട്ടാണ് വരിക. ഓക്കെ, ഇടത്ത് നിന്നും വരെ ഫ്രം യുവർ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലെഫ്റ്റ് ടു റൈറ്റ് എന്നാണ്. ആ ലെറ്ററിന്റെ വീണ്ടും വലത്തോട്ട് മൂന്നാമത് എന്ന് പറഞ്ഞാൽ 7 + 3 ടോട്ടൽ പൊസിഷൻ ഇടത്ത് നിന്നും 10ാമതായിട്ട് വരും. ഓക്കെ, വലത്തെ ഭാഗത്തേക്ക് ഇടത്ത് നിന്നും 10ാമതായിട്ട് വരും. ഓക്കെ, ഇതുപോലെ തന്നെയാണ് നേരെ തിരിച്ചും. ഓക്കെ, അതായത് ഒരു ലെറ്റർ റൈറ്റിൽ നിന്നാണ് വരുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ലെറ്റർ റൈറ്റിൽ നിന്നാണ് വരുന്നതെന്ന് വിചാരിക്കാം. നിങ്ങൾ നോക്കുക, കൗണ്ടിങ് ഫ്രം യുവർ റൈറ്റ്. ഓക്കെ, ഇത് റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്. നമ്മളെ ലെഫ്റ്റ് തന്നെയാണ് ക്വസ്റ്റ്യന്റെ ലെഫ്റ്റ്, നമ്മളുടെ റൈറ്റ് തന്നെയാണ് ക്വസ്റ്റ്യന്റെ റൈറ്റ്. അപ്പോൾ ഫ്രം യുവർ റൈറ്റ്, വലതുവശത്ത് നിന്നും, ഓക്കെ, വലതുവശത്ത് നിന്നും ഒരു ലെറ്റർ പോകുന്നു. ആ ലെറ്ററിന്റെ പൊസിഷൻ ആണിത്. ഓക്കെ, ലെറ്ററിന്റെ പൊസിഷൻ നമുക്ക് 12 വിചാരിക്കും. വലത്തെ ഭാഗത്ത് നിന്നും 12ാമതായി വരുന്ന ലെറ്റർ. ഓക്കെ, ആ ലെറ്ററിന്റെ റൈറ്റ് സൈഡ് ഇങ്ങോട്ട് തന്നെ, ലെഫ്റ്റ് സൈഡ് ഇങ്ങോട്ട് തന്നെ. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്തത്? വീണ്ടും ആ ലെറ്റർ ഇടത്തോട്ട്, വീണ്ടും നോക്കൂ, ലെഫ്റ്റ് ഓഫ് എ സർട്ടൺ ലെറ്റർ. അപ്പൊ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബി സൈഡ്, ഈ സൈഡിലോട്ട് വീണ്ടും 6 വിചാരിക്കാം.
ഓക്കെ, അപ്പൊ വലത്തു ഭാഗത്ത് നിന്നും 12ാമതായി വന്ന ലെറ്ററിന്റെ ഇടത്തെ ഭാഗത്തേക്ക് 6ാമത്. അപ്പൊ വലത്തു ഭാഗത്ത് നിന്നെന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം എന്താണ്, വലത്തു ഭാഗത്ത് നിന്നെന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം അത് വലത്ത് നിന്ന് ഇടത്തോട്ടാ പോകുന്നത്. വീണ്ടും അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇടത്ത് ഭാഗത്തേക്ക് 6 എന്ന് പറയുമ്പോൾ ഓൾറെഡി ഈ 12 വലത്ത് നിന്ന് ഇടത്തോട്ടാണ്, അതിന്റെ കൂടെ ഈ 6ഉം കൂടി ചേർത്ത് കൊടുക്കുക. പൊസിഷൻ എത്ര, 18. വലത്ത് നിന്നും ഇടത്തോട്ട് 18ാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡിറക്ഷൻസ് ആണ് കൊടുത്തതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അഡിഷൻ മെത്തേഡ് യൂസ് ചെയ്യണം. സെയിം ആയിട്ടുള്ള ഡയറക്ഷനിലോട്ട് തന്നെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ സബ്ട്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യണം. ഓക്കെ, ഈ 6 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഫ്രം യുവർ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ്, ഫ്രം യുവർ റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റ്, ടു ദ ലെഫ്റ്റ് എന്ന് പറയുകയാണെങ്കിലും റൈറ്റ് ടു ലെഫ്റ്റ്, ടു ദ റൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഡയറക്ഷനിലേക്ക്, ഒരു ഡയറക്ഷനിൽ നിന്ന് വന്നു, ഓക്കെ, ഒരു ഡയറക്ഷനിൽ നിന്ന് പോന്നു, അതേ ഡയറക്ഷനിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഓക്കെ, ഒരു ഡയറക്ഷനിൽ നിന്ന് വന്നു അതേ ഡയറക്ഷനിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ സബ്ട്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നു. പിന്നെ ഒരു ഡയറക്ഷനിൽ നിന്ന് വന്നു അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അഡിഷൻ മെത്തേഡ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ 6 പോയിന്റുകൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ഓർക്കേണ്ട പോയിന്റുകളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ഇനി അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലേക്ക് ഇട്ടേക്കുക, അതിന്റെ ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.